യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അങ്ങനെ ജനം യോർദാനക്കരെ കടക്കുവാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുൻപായി പെട്ടകം ചുമന്നുകൊണ്ട്
യോർദാൻ അരികെ വന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യോർദാൻ കടന്ന ശേഷം എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പിറപ്പുകളെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും ജീവനുള്ള വാഗ്ദത്ത അവകാശം പ്രാപിക്കുവാനുമായി മിസ്രയീം വിട്ട ദൈവമക്കൾ അവരുടെ അവകാശത്തിലേക്ക് കടക്കണമെങ്കിൽ യോർദാൻ കടന്നെങ്കിലേ മതിയാകും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യോർദാൻ കടക്കേണ്ടതുണ്ട്. യോർദാന്റെ പ്രതികൂലാവസ്ഥയെ നോക്കി നിന്നാൽ ഒരിക്കലും യോർദാൻ കടക്കാൻ ഒക്കുകയില്ല. യോർദാൻ കടക്കാൻ ആർക്കും തനിയെ പറ്റുകയില്ല. അതിന് സഹായം ആവശ്യമാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ സഹായമാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. അവർ പെട്ടകവുമായി യോർദാന്റെ നടുവിൽ നിന്നാലേ ഏതൊരാൾക്കും യോർദാൻ കടക്കാൻ പറ്റുകയുള്ളൂ. ഈ കാലഘട്ടത്തിലും ദൈവമക്കൾ നേരിടുന്ന യോർദാന്റെ അനുഭവങ്ങളുണ്ട്. ഓരോ വിശ്വാസിയും യോർദാൻ കടക്കണം. അതിന് ദൈവസഭയുടെ സഹായം ആവശ്യമാണ് താനും. യോർദാൻ കടക്കുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കും. അവർ ഒരു പുതിയ തുടക്കം കുറിക്കുന്ന അനുഭവമായിരിക്കും അത്. പ്രിയരെ, മരുഭൂപ്രയാണം ചെയ്തുകൊണ്ടിരുന്ന ദൈവജനം അവരുടെ നീണ്ട പ്രയാണത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതിന് അവർ യോർദാൻ നദി കടക്കേണ്ടതുണ്ടായിരുന്നു. അവർ യോർദാൻ കടന്നത് സ്വന്തം കഴിവിലല്ല. സ്വന്തം കഴിവിൽ അവർക്ക് കടക്കുവാൻ കഴിയാത്ത നിലയിൽ ശക്തമായ പ്രതികൂലമായിരുന്നു അവർക്ക് മുൻപിൽ യോർദാൻ ഉയർത്തിയ വെല്ലുവിളി. ഇരു കരയും കവിഞ്ഞൊഴുകുന്ന യോർദാൻ കടക്കേണ്ടതിന് അവർ ദൈവത്തിന്റെ നിയോഗപ്രകാരം ചലിക്കേണ്ടത് ആവശ്യമായിരുന്നു. യഹോവയുടെ പെട്ടകം തോളിൽ വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ യോർദാനിലേക്ക് ഇറങ്ങി. അതിന് നടുവിൽ നിന്നപ്പോഴാണ് അവർ അക്കരെ കയറിയത്. പുരോഹിതന്മാർ യോർദാനിൽ കാലുവെച്ചപ്പോഴോ യോർദാന്റെ കുത്തൊഴുക്ക് നിന്നുപോയിരുന്നു. അവർ യോർദാൻ കടന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അവർ ഒരു പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കുവാനും ഇടയായി തീർന്ന സംഭവമായിരുന്നു. മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച പഴയ തലമുറയെല്ലാം മരിച്ചു മാറ്റപ്പെട്ടു. ഒരു പുതിയ തലമുറയാണ് യോർദാൻ കയറിയത്. അതുവരെ നയിച്ചുകൊണ്ടുവന്ന മോശയെയും ദൈവം വിളിച്ചു മാറ്റി. ഇന്ന് അവരെ നയിക്കുന്നത് യോശുവയാണ്. മരുഭൂമിയിലെ പരിശോധനകൾക്ക് അനന്തരം ഒരു പുതിയ നേതാവിന് കീഴിൽ ഒരു പുതുതലമുറ യോർദാൻ കടന്ന പുതിയ ഒരു ജീവിത നിലവാരത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. വാഗ്ദത്തം അവരുടെ മുൻപിൽ അവരുടെ വരവിനെ കാത്തിരിക്കുന്നു. യോർദാൻ കടന്നതോടുകൂടി അവർ അവരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് ഒരുക്കപ്പെടുകയായി. കുടപ്രഭുകളെ, യോർദാൻ കടക്കുന്നത് വരെ ഉണ്ടായിരുന്ന മനോഭാവമല്ല യോർദാൻ കടന്നതിന് ശേഷം ജനത്തിനുണ്ടായിരുന്നത്. അവരുടെ മനോഭാവം പൂർണ്ണമായി മാറ്റപ്പെട്ടു. യോർദാൻ കടക്കുന്നത് വരെ വല്ല വിധേനയും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ യോർദാൻ കടന്നതിന് ശേഷം മടങ്ങിപ്പോകണം എന്നൊരാഗ്രഹം അവരിൽ ഉണ്ടായിരുന്നില്ല. ഒരു വലിയ വ്യത്യാസം മനോഭാവത്തിലും സ്വഭാവത്തിലും അവരിൽ വെളിപ്പെട്ടു വന്നു. അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും എന്തോ ഒരു മാറ്റം വന്നിരുന്നു. യോർദാൻ കടന്നതിന് ശേഷം അവരുടെ ഭക്ഷണത്തിലും മാറ്റം വന്നു. അതുവരെ അവർ ഭക്ഷിച്ചിരുന്നത് ദൈവം ഉയരത്തിൽ നിന്ന് വർഷിപ്പിച്ചു കൊടുത്തിരുന്ന മന്നയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്നുപോയി. പകരം ദേശത്തെ ഫലങ്ങൾ അവർ ഭക്ഷിക്കാൻ ആരംഭിച്ചു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ടിൽ അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു എന്ന് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവരിൽ ഒരു പുത്തൻ ഉണർവും പുതിയ പ്രതീക്ഷയും വെളിപ്പെട്ടു വന്നു. അത് നിമിത്തം അവരുടെ ശത്രുക്കളെ എതിരിടുന്നതിനുള്ള പുതിയ ശക്തിയും ധൈര്യവും അവരിൽ വ്യാപരിച്ചു. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടുപോന്ന ശേഷം അവർ മിസ്രയീമിൽ നിന്ന് പുറത്തായി. എന്നാൽ മിസ്രയീമിനോടുള്ള സ്നേഹം അവരിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. പഴയതെല്ലാം അവരിൽ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അവർ വെളിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ യോർദാൻ കടന്നതിന് ശേഷം അതിന് വ്യത്യാസം വന്നു. കൊടുപ്പുറപ്പുകളെ, വിളിക്കപ്പെട്ട ഓരോരുത്തരും അവരവരുടെ ജീവിതയാത്രയ്ക്ക് മുൻപിലുള്ള യോർദാൻ നദി കടക്കണം.
പാപപ്രകൃതത്തിന് നാം മരിക്കുവാനിടയാകും. ആദാമ്യ സ്വഭാവം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. ഇറങ്ങിത്തിരിച്ചിട്ടും ജീവിതത്തിൽ വലിയ വ്യത്യാസം വെളിപ്പെട്ട് കാണുന്നില്ലെങ്കിൽ യഥാർത്ഥമായി യോർദാൻ കടന്നിട്ടില്ല എന്നാണ് അർത്ഥം. വാഗ്ദത്തത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന് തടസ്സമായി കാണുന്നതെല്ലാം കൂടപ്പിറപ്പുകളെ നാം തകർത്തു കളയണം. ഹൃദയത്തിലെ മിശ്രയീമ്യ സ്നേഹം പൂർണ്ണമായി ഉപേക്ഷിച്ച് യോർദാൻ കടന്ന് പുതിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നു, കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പം നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വചനം കേൾക്കുന്ന എല്ലാ കൂടപ്പുറപ്പുകളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ വിടുവിക്കപ്പെടട്ടെ. ആരുടെ ഉള്ളിലും ഒരു പിറുപിറുപ്പിന്റെ ആത്മാവ് വ്യാപരിക്കാതെ മിസ്രയീം ഈ അവകാശം ഇടയ്ക്കിടയ്ക്ക് വെളിപ്പെടുത്തുന്നവരാകാതെ പാടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ദൂരീകരിച്ചു കളഞ്ഞു. കർത്താവിന്റെ കരങ്ങൾ ഇണങ്ങുന്ന ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടേണ്ടതിന് വേണ്ടിയും സഹായിക്കണമേ. സൗഖ്യം കൽപ്പിച്ചാണ്, വിടുതൽ കൽപ്പിച്ചാണ്, അനുഗ്രഹം കൽപ്പിച്ചാണ്. ആത്മദാഹവും ആത്മഭാരമുള്ളവരായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട മൺകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എന്നുമെന്നും കൂടെയുള്ളവൻ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചവന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചവന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, എന്നുമെന്നും